ഹായ് വെൽക്കം ടു ടക്കർ സ്റ്റിച്ച്. വീക്കെൻഡ് ആകുമ്പോഴില്ലേ എൻ്റെ 3 പിള്ളേർക്കും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടങ്കുലു എന്ന് പറഞ്ഞ സ്വീറ്റിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്. ഏത് ഫ്രഷ് ഫ്രൂട്ട്സും എടുക്കാട്ടോ. ഇപ്പം വലിയ ഫ്രഷ് ഫ്രൂട്ട് ആണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് സ്ട്രോബെറി ഉണ്ട്, പിന്നെ ഗ്രേപ്സ് എടുത്ത്, ബ്ലൂബെറി, പിന്നെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഭയങ്കര ഈസി ആട്ടാ. പിന്നെ ഇത്തിരി വെള്ളം വേണം, ഷുഗർ വേണം, പിന്നെ ഇതെല്ലാം കുത്തി വെക്കാൻ ഒരു ഇപ്പം നമ്മുടെ കയ്യിലുള്ള സ്ക്യൂവേഴ്സോ അല്ലെങ്കിൽ അതില്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ പച്ചയിറക്കലില്ലേ, അതായാലും മതി. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം കഴുകി ഇപ്പം സ്ക്യൂവേഴ്സിലാക്കി എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. 1 കപ്പ് ഷുഗർ ഇടണം ഒരു സോസ് പാനിലേക്ക്, പിന്നെ അതിൻ്റെ 1/2 കപ്പ് വെള്ളം ഇടണം. ഇനിയാണ് കുക്ക് ടോപ്പ് ഓൺ ചെയ്യേണ്ടത്. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കണം. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ബോയിലിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ അടുത്ത സ്റ്റെപ്പിനുള്ള ഒരു ചെറിയ മഗ്ഗിൽ ഇത്തിരി ഐസും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കണ്ടില്ലേ, നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊരു സ്ലൈറ്റ് ബ്രൗൺ കളറാവും. ഇനിയാണ് നമ്മളുടെ ഈ ഫ്രൂട്ട്സ്, സ്ക്വയർസിലുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് പതുക്കെ ഡിപ്പ് ചെയ്യണം. ഇപ്പം ഞാനെടുത്തത് ചെറിയ സ്ക്വേഴ്സായിപ്പോയി. നിങ്ങളെടുക്കുമ്പോൾ കുറച്ച് വലിയ സ്റ്റിക്ക് എടുത്താൽ മതി, കുറച്ചും കൂടെ ലെങ്ത്ത് കൂടിയ സ്റ്റിക്ക്. എന്നിട്ട് ഇതിൽ ഈ ഷുഗർ സിറപ്പിലേക്ക് ഡിപ്പ് ചെയ്യണം. അപ്പം തന്നെ നമ്മൾ ഈ ഐസ് വാട്ടറുള്ള ജഗ്ഗിലേക്ക് ഇടണം. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും ഞാൻ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത്, ഇതിൻ്റെ കോട്ടിങ് കണ്ടില്ലേ, നല്ല ഗ്ലേസിങ് ആയിരിക്കും. അതിൻ്റെ ടെക്സ്ചറില്ലേ, പുറത്ത് നല്ല ക്രിസ്പിയും, പിന്നെ ഓരോ ബൈറ്റിലും നമുക്ക് ആ ഉള്ളിൽ നല്ല ച്യൂയി ആയിരിക്കും. എന്ന് വെച്ചാൽ ഫ്രഷ് ഫ്രൂട്ടാണല്ലോ ഉള്ളിൽ. അപ്പോൾ ഇപ്പം നമ്മുടെ തങ്കുലു റെഡിയായി. ഓക്കെ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇത് ഭയങ്കര ഈസിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഏത് ഫ്രൂട്ട്സും നമുക്ക് എടുക്കാം. പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കണ കണ്ടിട്ട് എൻ്റെ പിള്ളേരുടെ ക്ഷമയെല്ലാം കെട്ടെ. എന്നിട്ട് എൻ്റെ ഇളയ മോന് എങ്ങനെയെങ്കിലും ഇത് കഴിക്കണമെന്ന് പറഞ്ഞ് പിന്നെ ലാസ്റ്റ് കരച്ചില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ തങ്കുലു ഇപ്പോൾ ടേസ്റ്റ് ടെസ്റ്റിംഗ് ടൈമിന് കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. അവർ പറഞ്ഞ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞ് ചൂയി ലോലിയുടെ പോലെ ഉണ്ട്, ഫസ്റ്റ് നല്ല ക്രിസ്പി ആയിരുന്നു മമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.